തങ്ങളുടെ രാജ്യത്തിനെതിരെ ഇനിയും ആക്രമണം തുടരാനാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാവമെങ്കിൽ ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ രീതിയിൽ യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കുമെന്ന് പറയുകയാണ് ഇറാൻ. ആണവ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ 90% പരിശുദ്ധിയിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം ഉയർത്തും എന്നാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഭീഷണി. ഇക്കാര്യം പാർലമെന്റിൽ ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് ഇറാനിയൻ പാർലമെന്ററി ദേശീയ സുരക്ഷാ സമിതി വക്താവ് ഇബ്രാഹിം റസായി വ്യക്തമാക്കി. നിലവിൽ ഇറാന്റെ കൈവശം സൂക്ഷിച്ചിരിക്കുന്ന 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ആയുധങ്ങൾക്ക് ആവശ്യമായ 90%ത്തിലേക്ക് എത്തിക്കാൻ ചെറിയൊരു സാങ്കേതിക ചുവടുവെപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. കഴിഞ്ഞ ജൂണിലെ യുദ്ധത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശനഷ്ടം സംഭവിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നുവെങ്കിലും ഇറാന്റെ കൈവശമുള്ള 400 കിലോഗ്രാമോളം വരുന്ന യുറേനിയം ശേഖരം ഇപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഫെബ്രുവരിയിൽ ആരംഭിച്ച സംഘർഷം അവസാനിപ്പിക്കാനായി അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന ചർച്ചകളിൽ പ്രധാന തടസ്സമായി നിൽക്കുന്നത് ഈ ആണവ പ്രശ്നമാണ്. ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഇറാൻ വിദേശത്തേക്ക് മാറ്റണമെന്നും ഇറാനിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് പൂർണ്ണമായും നിർത്തണമെന്നും അമേരിക്ക ആവശ്യപ്പെടും. എന്നാൽ ആണവ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലെന്നും അത് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റണം എന്നുമാണ് ഇറാന്റെ പക്ഷം. ഇറാന്റെ കയ്യിലുള്ള യുറേനിയം ശേഖരം നശിപ്പിക്കപ്പെടാതെ അവരുടെ ആണവ പദ്ധതികളെ തടയാനാവില്ലെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. എന്നാൽ ആക്രമണം തുടർന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ള ആണവ പദ്ധതി എന്ന നിലപാടിൽ നിന്നും മാറി ആയുധ നിർമ്മാണത്തിലേക്ക് നീങ്ങുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ലോകരാജ്യങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇത് മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. കൂടാതെ ഇറാൻ മറ്റൊരു പദ്ധതി കൂടെ തയ്യാറാക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ലോകത്തെ ആകെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് ശൃംഖലയുടെ നട്ടെല്ലാണ് സമുദ്രത്തിനടിയിലൂടെയുള്ള കേബിളുകൾ. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന നിർണായകമായ 7 അന്തർവാഹിനി കേബിളുകളുടെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കാൻ ഇറാൻ തയ്യാറെടുക്കുകയാണ്. യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളിലൊന്നായതിനാൽ ഹോർമുസ് കടലിടുക്കിന് ഭൂമിശാസ്ത്രപരമായും സാങ്കേതികമായും വലിയ പ്രാധാന്യമുണ്ട്. ഈ മേഖലയിലെ കേബിൾ നെറ്റ്വർക്കുകളിൽ ഇറാൻ നിയന്ത്രണം സ്ഥാപിക്കുന്നത് ആഗോള ഇന്റർനെറ്റ് സുരക്ഷയെയും വേഗതയെയും ബാധിക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നിട്ടുണ്ട്. ഏതാണ്ട് $10 ട്രില്യൺ സാമ്പത്തിക ഇടപാടുകൾ ഓരോ ദിവസവും ആഗോളതലത്തിൽ ഈ കേബിളുകളെ ആശ്രയിച്ചാണ് നടക്കുന്നത്. അന്താരാഷ്ട്ര ടെലികോം കമ്പനികളെയും ഗൂഗിൾ, മെറ്റ തുടങ്ങിയ വൻകിട ടെക് സ്ഥാപനങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വെല്ലുവിളിയാണ്. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള മേഖലയിലൂടെ ഡാറ്റ കൈമാറുന്നത് സുരക്ഷിതമാണോ എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട്. കൂടാതെ മേഖലയിലെ സംഘർഷ സാഹചര്യങ്ങൾ കേബിളുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചാൽ അത് ആഗോളതലത്തിൽ ഇന്റർനെറ്റ് തടസ്സപ്പെടാൻ പോലും കാരണമായേക്കാം. പകരമുള്ള പാതകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ പല രാജ്യങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു.